ഹായ് എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഇപ്പോൾ കസ്റ്റമറിൻ്റെ പുറത്ത് ഞാനെന്തിങ്ങനെ പറഞ്ഞു വേണ്ട. ഇത് പിന്നെ ബട്ടർ ഫ്രൂട്ടാണ്, അവക്കാഡോ. ഇത് നമ്മുടെ ഇന്ത്യയിലത്തെ അല്ല, ആഫ്രിക്കയിലെ ടാൻസാനിയയിലേട്ടാ, ടാൻസാനിയയിലത്തെ പിന്നെ അവിടുന്ന് എറണാകുളത്ത് ചെയ്യുന്നതാണ്. നല്ല അടിപൊളി സാധനം. ഇത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് കിട്ടും. പിന്നെ ഇത് ഇപ്പോൾ ജ്യൂസ് അടിക്കാൻ പറ്റില്ല, ഞാൻ തിന്നാൻ വേണ്ടി എടുക്കുന്നു. ഇതിപ്പോൾ ഞാൻ മുറിക്കുന്നത് കത്തിയാണ്. ഇതിൻ്റെ തൊലി നല്ല കട്ടിയുണ്ട്, അതുപോലെ ഇതിൻ്റെ ഉള്ളും കണ്ടോ. വെരി ടേസ്റ്റ്. ശരിക്കും തിന്നുമ്പോഴില്ലേ നമ്മളെ നാട്ടിലത്തെ ഈ പിന്നെ കശുവണ്ടി മുളച്ചാല് നമ്മളെ അണ്ടിപ്പൊങ്ങെന്ന് പറയില്ലേ, ഈ അവക്കാഡോ ഫ്രൂട്ട് പതിവായിട്ട് കഴിക്കുന്നത് കണ്ണുകളുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച ശക്തിക്കും ഏറെ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ നിറയെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരുന്നതിനെ തടയാൻ സഹായിക്കുന്നു. പിന്നെ അതുപോലെ പിന്നെ കൂടാതെ ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും അതിൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഓർമ്മശക്തി കൂട്ടുന്നതിനൊക്കെ അവക്കാഡോ വളരെ ഉപകാരപ്രദമാണ്. പിന്നെ ഇതിൽ ഒലീക് ആസിഡും അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ നല്ല തടിയിലുള്ളവർ അവക്കാഡോ ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവക്കാഡോ ഫ്രൂട്ട് തിന്നുകയാണെങ്കിൽ ഇത് കഴിച്ച ഉടനത്തിന് നമുക്ക് ഭയങ്കര വയറ് നിറഞ്ഞൊരു ഫീൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ആഹാരങ്ങൾ കഴിക്കാനുള്ള ടെൻഡൻസി കുറയും, അങ്ങനെ നമ്മളുടെ തടി കുറയും. പിന്നെ എന്താ പറയുക, ഇതിപ്പോൾ മാർക്കറ്റിൽ നല്ല വില കൂടുതലുള്ളൊരു ഫ്രൂട്ട് എന്ന് പറയുന്നത് അവക്കാഡോ തന്നെയാണ്. അതിന് ജ്യൂസിനും നല്ല പൈസ തന്നെയാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് 60 രൂപ മേടിക്കുക. അപ്പോൾ നമ്മൾ ഷോപ്പ് വിട്ട് കഴിഞ്ഞിട്ട് വേറൊരു അടുത്ത വട്ടത്തായാലും ഏകദേശം 60-70 റുപ്യ 80 രൂപയ്ക്ക് മേടിക്കുന്നുണ്ട്. പിന്നെ ഞാനെപ്പോഴും പറയാറ് നമ്മളെ ഷോപ്പ് നമ്മളേറ്റവും എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ജ്യൂസാണ്. നല്ല ടേസ്റ്റായിട്ട് നല്ല രുചികരമായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് ഏകദേശം ആൾക്കാരൊക്കെ നമ്മൾ പിന്നെ ഷോപ്പിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പിന്നെന്താ പറയുക, എൻ്റെ വീട്ടിൽ ഞാനൊരു തൈ കൊണ്ട് നട്ടിട്ടുണ്ട്. അത് ഏകദേശം ഒരു 7 വർഷമായിട്ടുണ്ടാവും കൊണ്ട് നട്ടിട്ട്. ഇത് നട്ട് കഴിഞ്ഞാൽ 13 വർഷമൊക്കെ വേണം അതിൽ കായ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇനിയും കാത്തു നിൽക്കുന്നു. അതിൻ്റെ ഒരു 13 വർഷം ആകുമ്പോഴേക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, അല്ലേ അങ്ങനെയല്ലേ പറയേണ്ടി പാടുള്ളൂ. പിന്നെ ഉണ്ടെങ്കിൽ 13 വർഷം കഴിഞ്ഞിട്ട് അത് പിടിക്കുന്നത് കാണാം, അല്ലേ. പിന്നെ എന്താ പറയുക, അങ്ങനെ ഇപ്പം ഞാൻ ആ രണ്ടും ഞാൻ കഴിച്ചിട്ടുണ്ട്. പിള്ളേരവിടെ നിന്ന് നോക്കുന്നുണ്ട്, കസ്റ്റമേഴ്സിൻ്റെ അവിടെ പുറത്ത് നിൽക്കുന്നത്. ഇത് കഴിച്ച് കഴിഞ്ഞ് ഇനി നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. ഭയങ്കര ചൂടാണ് ഇവിടെ. പിന്നെ ഒന്നാമത് പിന്നെ പുറത്ത് ചൂടാണ്, പിന്നെ ഗ്യാസ്, അതുപോലെ തന്നെ എന്താ പറയുക, പിന്നെ ഫ്രീസർ, ഫ്രിഡ്ജ് ഒക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ചൂട് കാരണം ഭയങ്കര നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോഴപ്പോഴേ വെള്ളം എടുത്ത് കുടിക്കും. പിന്നെ ഇനി എന്താ പറയുക, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയിട്ട് ഇനി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ പുറത്തുനിന്ന് കുട്ടികളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു, കസ്റ്റമേഴ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ വീണ്ടും വന്നിരിക്കുന്നത്. എല്ലാവർക്കും ബൈ.